അപ്പം നമ്മളിപ്പോൾ ആരെങ്കിലും ഈ പറയുന്ന ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ പറഞ്ഞാൽ അതെല്ലാം കുറച്ചു നേരമേ നിൽക്കൂ. അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഹിപ്നോട്ടിക് ആയിട്ട് മനുഷ്യനങ്ങ് മറന്നു പോകും. ഇനി ഒരു തലത്തിൽ അനുഭവം നേടുന്നവർ പോലും ഈ അനുഭവം നേടിക്കഴിഞ്ഞാൽ പോലും ഇതങ്ങ് മറന്നു പോകും. ഈ ദൈവികമായിട്ടുള്ള ഒരു മഹിമയെ മറന്നു പോകത്തക്ക രീതിയിലാണ് ഈ മൈൻഡ് എന്ന് പറയുന്ന നമ്മൾ ഈ വേൾഡും മൈൻഡുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രീതി. അത് നമ്മളെ ദൈവികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും മറച്ചു കളയും. എത്രയോ പേര് ഇപ്പോൾ തന്നെ നമ്മുടെ ആശ്രമ സ്വഭാവത്തിലൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എത്രയോ ഗൃഹസ്ഥന്മാർക്കും സന്യാസിമാർക്കും എല്ലാം ഈ ദൈവികമായിട്ടുള്ള അനുഭവങ്ങൾ, അതും ഏറ്റവും ഉന്നതമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ കിട്ടിയവർ പോലും അത് വിസ്മരിച്ചു പോയി. കാര്യം അവരുടെ ആ മനസ്സിൽ വീണ്ടും ഈ സംസ്കാരങ്ങളും ചിന്തകളും വാസനകളും എല്ലാം വന്ന് പ്രവർത്തിക്കുമ്പോൾ ഇത് നിലനിർത്താൻ സാധിക്കില്ല. അപ്പോൾ പൂർണ്ണമായ അനുഭവവശത്തിലേക്ക് പോയ ഗുരുക്കന്മാരും പിന്നീട് ആ ഒരു ഗുരു സംസർഗത്തിൽ നിന്നുകൊണ്ട് കറക്റ്റായിട്ട് ആ ഗുരുമാർഗത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന അനുഭവശാലികൾക്കും ഈ ദൈവികമായിട്ടുള്ള ഒരു തലത്തിൽ നിൽക്കാനുള്ളൊരു വെളിച്ചം ദൈവകാരുണ്യം കൊണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ ആ ദൈവികമായിട്ടുള്ള ആ ഒരു ധർമ്മത്തിൽ നിൽക്കാനുള്ളൊരു വെളിച്ചം കിട്ടുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ്. ആ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നിരന്തരം അതിലേക്ക് പരിണമിക്കാനും അതിലേക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ആ സംസ്കാരത്തെ, ഈ ദൈവികമായിട്ടുള്ള ആ സ്നേഹത്തിൻ്റെ പരിപൂർണതയായിട്ടുള്ള ആ സംസ്കാരത്തെ, ആ പരമശാന്തിയായിട്ടുള്ള ആ സംസ്കാരത്തെ നമ്മുടെ ഈ സൃഷ്ടിക്രമത്തിലേക്ക് കൊണ്ടുവന്ന് ഇതിൻ്റെ എന്താ പറയുന്നത്, ഇതിപ്പോൾ നമ്മൾ ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലെ ഒരു മെട്രിക്സ് ആണ്. ആ ഒരു മെട്രിക്സ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ ഈ ഒരു തലത്തിലേക്ക്, ഈ പഞ്ചഭൂതങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും സൂക്ഷ്മമായ ആകാശ തലത്തിൽ നിന്ന് നമ്മുടെ വായുമണ്ഡലത്തിലേക്കും നമ്മുടെ ഭൗതിക മണ്ഡലത്തിലേക്കും ഒക്കെ ഈ പരമശാന്തിയായിട്ടുള്ള ഈ ആധ്യാത്മിക വെളിച്ചത്തെ കൊണ്ടുവന്ന് അതിൻ്റെ സങ്കല്പത്തിലൂടെ ഈ നമ്മുടെ ഈ ലോകത്തെ പരിവർത്തനപ്പെടുത്തുക എന്നുള്ളൊരു ധർമ്മമാണ് നമ്മളിൽ ഓരോരുത്തരിലും, ഈ പ്രത്യേകിച്ച് ആധ്യാത്മിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു കർത്തവ്യം. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അത് വിസ്മരിച്ചു പോകുന്ന രീതിയിലാണ് ഇവിടുത്തെ സങ്കല്പം. അതുകൊണ്ടാണ് നമ്മൾ എത്ര പറഞ്ഞാലും എല്ലാവരും ഇതിനെ വിസ്മരിച്ചു പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സത്സംഗത്തിന് ഇത്രയും പ്രാധാന്യം ഉണ്ടായിരിക്കുന്നത്. നമ്മൾ നിരന്തരം ആയിട്ട് ഈ സത്സംഗത്തിൽ ഈ ഒരു വൈബ്രേഷനിൽ നിന്നില്ലെങ്കിൽ ഇത് വിട്ടുപോകും എല്ലാവരെ സംബന്ധിച്ച്. കാര്യം വിട്ടുപോയിട്ട് ഇവിടുത്തെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, അതായത് തെറ്റായിട്ടുള്ള റോങ് ഡയറക്ഷനിലേക്ക് നമ്മളെ നയിക്കാനാണ് ഇവിടുത്തെ ഒരു നെഗറ്റീവ് ശക്തികളെല്ലാം എപ്പോഴും ഓരോരുത്തരെയും ഇങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഗുരുമാർഗത്തിൻ്റെ പ്രസക്തി. അപ്പോൾ ഗുരുമാർഗത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അതിനെ സംശയിക്കുന്നവരാണ് ഒരു നല്ല വിഭാഗം. അപ്പോൾ നമ്മുടെ ഈ പരമ്പരയിൽ എന്തുകൊണ്ട് ഈ ഗുരുമാർഗത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിപ്പോയി? അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ചിലർ ഗുരുവാണികളെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട്, അതായത് ഗുരു പണ്ട് സംസാരിച്ചിരുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ ബൈലോയെക്കുറിച്ച്